കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസനിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഫെബ്രുവരി മാസം 1-ാം തീയതി 2026 ഫെബ്രുവരി 1-ാം തീയതി വിശുദ്ധ സ്വാഭാവികമായി ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ ആയിരിക്കാൻ കർത്താവ് തന്ന കൃപയോർത്ത് സ്തോത്രം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയുള്ള മധ്യത്തിൽ ഞാൻ ഉണ്ടെന്നുള്ള വചനപ്രകാരം കർത്താവിൻ്റെ ഹോളി പ്രസൻസ് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആളുകളുടെ പെരുപ്പത്തിലല്ല, ആളുകളുടെ ഒരുക്കത്തിലാണ് ദൈവം പ്രസാദിക്കുന്നതൊക്കെ സാധാരണ പാസ്റ്റർമാർ പറയാറുണ്ട്. എങ്കിലും അവർ ആഗ്രഹിക്കുന്നത് കുറേ ആളെ കൂട്ടണം, ആൾ വരണം. നമുക്കറിയാം അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങൾ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടിയവരുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ടെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തെങ്കിൽ കർത്താവിനോട് മധ്യത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടും, കർത്താവിൻ്റെ വചനങ്ങൾ വെളിപ്പെടും. അത് ആ വചനത്തിൻ്റെ വെളിപ്പാടുകൾ കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് പോകാൻ വേറെ വഴിയൊന്നും വേണ്ട. ഈ ഒരൊറ്റ വഴി മതി. ദൈവസന്നിധിയിലായിരിക്കുന്ന നിമിത്തം, കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടനുസരിക്കുന്ന നിമിത്തം ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമുക്കറിയാമല്ലോ. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാംശം പ്രാപിക്കണം, വിശുദ്ധി വേർപാട് ആദ്യമായ അനുഭവങ്ങൾ നമ്മൾ പ്രാപിക്കണം. അങ്ങനെ പ്രാപിച്ചു കഴിഞ്ഞവർ 2-3 പേരുണ്ടെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ആളെ കൂട്ടുന്ന പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ല. സ്തോത്രം. വിളിക്കും, വന്നാൽ വന്നു, ഇല്ലെങ്കിൽ ഇല്ല. നമുക്കതോർത്ത് വിഷയങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് പുതിയ നിയമ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അതിനൊക്കെ മാറ്റം സംഭവിച്ചു. ഇന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ള ദൗത്യം വിട്ടിട്ട് ധനസമ്പാദനത്തിനും ആളെ കൂട്ടാനും പേരും പ്രശംസയും പിന്നെ അധികാരങ്ങളും കസേരയ്ക്ക് വേണ്ടിയുള്ള മൽപ്പിടുത്തങ്ങളൊക്കെ മാറി ആത്മീയഗോളം തകർന്ന് തരിപ്പളമായി കിടക്കും. ഇന്ന് രാവിലെ എൻ്റെ ഒരു കൂട്ടു സഹോദരനൊരു മെസ്സേജ് എനിക്ക് അയച്ചതിൽ ഞാനത് വായിച്ചത് ഇങ്ങനെയാണ്. തന്നെ ഒരു മീറ്റിങ്ങിൽ വിളിച്ചപ്പോൾ ആ പ്രസ്ഥാനമൊന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ആ പ്രസ്ഥാനത്തിലെ ഒരു പാസ്റ്റർ അദ്ദേഹത്തെ വിളിക്കേണ്ടെന്ന് താക്കീത് ചെയ്തു. അത് മുഖാന്തരം ആ വിളിച്ച പുള്ളി പറഞ്ഞു, പാസ്റ്റർ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള പലർക്കും നിങ്ങൾ വരുന്നതിൽ എതിർപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഓക്കെ അങ്ങനെ പറഞ്ഞു. അദ്ദേഹം ആ വ്യക്തിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നെ വിളിച്ചത് എതിർപ്പുകൾ ഉള്ളത് കൊണ്ടാണ് പാസ്റ്റർ വിളിക്കാത്തതെന്നുള്ളത് പൊതുവിൽ ലോകത്തോട് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. സ്വത്രം. മറ്റ് സഹശുശ്രൂഷകന്മാരുടെ എതിർപ്പ് കൊണ്ടാണ് നിങ്ങളെ ആ മീറ്റിങ്ങിന്, നിശ്ചയിക്കപ്പെട്ട മീറ്റിങ്ങിന് വിളിക്കാൻ പറ്റാത്തതെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തുറന്ന് പറയണം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറയാമെന്നും പറഞ്ഞു. എൻ്റെ വിഷയം അതല്ല, അത് പോട്ടെ. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ആ വിഷയത്തെക്കുറിച്ച് അങ്ങോട്ട് അനാലൈസ് ചെയ്ത് പഠിക്കാനും പറയാനുമായിട്ട് ഞാനിവിടെ ഇരിക്കുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യവുമില്ല. എൻ്റെ ഒരു സബ്ജക്റ്റും അല്ലത്. എനിക്ക് പറയാനുള്ളത് പുതിയ നിയമസഭ എന്നുള്ളൊരു വിഷയമാണ്. ഇന്ന് കാണുന്ന സഭകൾ കർത്താവിൻ്റെ സഭയാണോ? ഒരു ചോദ്യം. പ്രബുദ്ധരായ ദൈവമക്കൾ എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഇന്ന് കാണുന്ന ഈ സഭകളൊക്കെ കർത്താവിൻ്റെ സഭയാണോ? സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തിൽ സ്തോത്രം, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കയില്ല എന്ന് പത്രോസിനോട് പറയുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും. അപ്പം അതിൽ നിന്ന് സഭ കർത്താവിൻ്റെതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ സഭയെക്കുറിച്ച് പരാമർശിക്കുന്നൊരു ഭാഗമുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. ആര്? പുതിയ നിയമസഭയുടെ ആദ്യത്തെ ഗ്രൂപ്പ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ച് ആ പ്രസംഗം കേട്ട് മുമ്പോട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടുവന്ന 3000 പേര്, അവർ കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ച് പുതിയ നിയമസഭയുടെ അംഗമായി തീർന്നു എന്ന് നമ്മൾ വചനത്തിലൂടെ പഠിച്ചെടുക്കുക. ആ പുതിയ നിയമസഭയുടെ അംഗമായി തീർന്നവർ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. പുതിയ നിയമസഭയുടെ ആവിർഭാവം പ്രവൃത്തി 2 തർക്കമില്ലാത്ത വിഷയമാണ്. അങ്ങനെയെങ്കിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വന്നു. അവരെ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരായി കണ്ട്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി
സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഏത് സഭ? കർത്താവിൻ്റെ സഭ. വലിയ ആശയക്കുഴപ്പമുള്ള ഒരു വിഷയമാണ്. നിങ്ങൾ നല്ല ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസത്തോടെ ഈ വിഷയം നിങ്ങൾ ഗ്രഹിക്കണം, ചിന്തിക്കണം, പഠിക്കണം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. വളരെ തെറ്റായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത്, സഭ എന്നുള്ളത്. ആയിരക്കണക്കിന് സഭകൾ ഇന്ന് ഭൂമിയിലുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, സത്യവേദ പുസ്തകത്തിൽ എസ്പെഷ്യലി പുതിയ നിയമം വിഭാവന ചെയ്യുന്ന സഭ ഏതാണെന്നുള്ളതാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അതാ ഞാൻ പറയുന്നത്. അല്ല ഇന്ന് കാണുന്ന ഈ ഡിനോമിനേഷനിൽ നിൽക്കുന്ന IPC, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഇങ്ങനെയുള്ള സഭകളുടെ കാര്യമല്ല പറയുക. അതൊക്കെ ഓരോ ഡിനോമിനേഷനായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് സഭയാണെന്ന് പറയണമെങ്കിൽ അതിന് ആധികാരികമായി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം സഭ ക്രിസ്തുവിൻ്റെ ശരീരം, ഒന്നാമത്തെ പഠനം. സഭ നിർമ്മല കന്യക അല്ലെങ്കിൽ മണവാട്ടിയാകാൻ ഒരുങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് സഭ. 3, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? സഭ ദൈവത്തിൻ്റെ മന്ദിരം, സഭ ക്രിസ്തുവിൻ്റെ ശരീരം, സഭ നിർമ്മല കന്യക അല്ലെങ്കിൽ മണവാട്ടി. 3, സഭ കെട്ടിടം, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ല, ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരം, സഭ മന്ദിരം. ഈ 3 പഠനങ്ങളാണ് എക്സ്പെഷ്യലി പുതിയ നിയമത്തിൽ പൗലോസ് നമുക്ക് തരുന്നത്. ഒട്ടനവധി സാദൃശ പഠനങ്ങൾ കിടപ്പുണ്ട് വേദപുസ്തകത്തിൽ. എക്സ്പെഷ്യലി പൗലോസ് പഠിപ്പിക്കുന്ന പഠനമാണ് ഞാൻ എടുത്ത് പറയുന്നത്. പൗലോസ് പഠിപ്പിക്കുന്നതിന് എന്താ ഇത്ര പ്രാധാന്യത ഉള്ളത്? കാരണം പുതിയ നിയമസഭയുടെ അപ്പോസ്തലൻ പൗലോസാ, പത്രോസാ, യോഹന്നാനാ, യാക്കോബാ, യൂദയാ. ആദ്യമായവരാണ് പുതിയ നിയമസഭയുടെ അപ്പോസ്തലന്മാര്. അവരാ സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ബാലപാഠം പോലെയെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുക. നമ്മൾ ഒത്തിരി തെറ്റിക്കിടക്കുകയാണെന്ന് എൻ്റെ ചിന്ത. ഞാനും അങ്ങനെയായിരുന്നു. ഒരു 10-25 വർഷം തെറ്റിക്കിടക്കുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവവചനം ഫലമേൽപ്പിച്ച ദൈവഭൃത്യന്മാരിൽ നിന്ന് കേട്ട് പഠിച്ചപ്പോഴുള്ള കാര്യങ്ങൾ മനസ്സിലായത്. വചനം ഫലമേൽപ്പിച്ച ദൈവദാസന്മാരിൽ നിന്ന് കേൾക്കണം. എല്ലാവരെയും കർത്താവ് വചനം ഫലമേൽപ്പിച്ചിട്ടില്ല, ഏൽപ്പിക്കുകയുമില്ല. അതിന് എക്സ്പെഷ്യലി ദൈവം മുന്നമേ കണ്ടവരെ ആ ദൈവം അത് ചെയ്യുന്നത്. വചനം ഫലമേൽപ്പിക്കപ്പെട്ട ദൈവഭൃത്യന്മാരിലുള്ള അവരിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാനും പഠിക്കാനും കർത്താവ് എനിക്ക് കൃപ നൽകിയതെന്ന് ഞാൻ ആ സത്യം തുറന്നങ്ങ് പറയുക. എനിക്കിത് അറിയാമായിരുന്ന കാര്യങ്ങളല്ലായിരുന്നു. സഭ ക്രിസ്തുവിൻ്റെ ശരീരമെന്നും, സഭ നിർമ്മല കന്യക അല്ലെങ്കിൽ മണവാട്ടി എന്നും, സഭ ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരം എന്നുള്ള അറിവ് നീണ്ട 25 വർഷം ഒരു പെന്തക്കോസ്തുകാരനായിട്ട് ജീവിച്ചിട്ട് എനിക്കറിയില്ലായിരുന്നു. എന്നെ ആരും പഠിപ്പിച്ചില്ല. അപ്പം തന്നെ റവറൻഡുമാർ, ഡോക്ടർമാർ വേണ്ട, അങ്ങനെ വേണ്ട, വലിയ വലിയ സ്കോളേഴ്സ് പാസ്റ്റർമാരായിട്ടിരുന്ന സഭകളിലാണ് ഞാനും ഇരുന്നത്, ജീവിച്ചത്, പഠിച്ചത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊക്കെ വന്നതും ആ വലിയ പ്രസ്ഥാനത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങളൊന്നും ആരും പറഞ്ഞു തന്നില്ല. സങ്കീർത്തനം വായിച്ച് പാട്ടും പാടി ഇങ്ങനെ ബഹളം വെച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. അവസാനം ഒരു സ്വോത്രാഴ്ച എടുപ്പും, പിന്നെ അത് കഴിഞ്ഞ് സഭായോഗം കഴിഞ്ഞതിന് ശേഷം മത്സരങ്ങൾ നടത്തുക, സ്പൂണിൽ വായിൽ സ്പൂണ് കടിച്ചു പിടിച്ച് നാരങ്ങ വെച്ചുകൊണ്ട് നടക്കുക, പിന്നെ പാട്ട് മത്സരം നടത്തുക, പ്രസംഗ മത്സരം നടത്തുക എന്ന് വേണ്ട ഇല്ലാത്ത കോനാമ്പീച്ച് മുഴുവൻ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു അവസരമാണ്. സത്യവചനം, പഥ്യവചനം ആരും പഠിപ്പിച്ചില്ല. അതുകൊണ്ട് സഭയെക്കുറിച്ച് ഒരു അറിവുമില്ലാതെ 4 നൂറ്റാണ്ട് പോയെന്ന് പറഞ്ഞാൽ എന്താ ദൈവമക്കളെ? ഞാൻ അതോർത്തിപ്പോൾ വിലപിക്കുക. പിന്നെ ഒരു സന്തോഷം, അത് കഴിഞ്ഞപ്പോഴെങ്കിലും ദൈവസഭ എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് വലിയ സന്തോഷമുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ആ അറിഞ്ഞ അറിവുകൾ എൻ്റെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ എൻ്റെ ഈ വാട്സപ്പിലെ കസ്റ്റമേഴ്സിന് ഞാനിത് പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. നമ്മളിത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. പുതിയ നിയമസഭ കർത്താവിൻ്റെതാണ്. ഇത് ആരുടെയും കുത്തകയല്ല, ഒരു പ്രസ്ഥാനക്കാരുടെയും അല്ലിത്. ഈ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പാലിച്ചാൽ നമ്മൾ സഭയാകും. അല്ലെങ്കിൽ സഭയല്ല, വെറും കൂട്ടങ്ങളായിരിക്കും, വെറും ഗ്രൂപ്പുകളായിരിക്കും. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് സഭകളുണ്ട് ഇന്ന് ഭൂമിയിൽ. സ്തോത്രം. ഇന്ന് കാണുന്ന സഭകളുടെ പഠിപ്പിക്കലുകളും അവിടെയുള്ള ഉപദേശങ്ങളും അവരുടെ രീതികളും ഒക്കെ കണ്ടാൽ അത് സഭയാണെന്ന് പറയാൻ പറ്റത്തില്ല. വിമർശനമല്ല, വിലയിരുത്തലാണ്. സ്തോത്രം. ആരും ഇതിൽ വിഷമിച്ചിട്ട് കഥയില്ല. കാരണം വേദപുസ്തകത്തിലൂടെ പഠിച്ചെടുക്കണം സഭ എന്താണെന്ന്. അപ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചു കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഞാൻ ലോകത്ത് മാറ്റപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പഠിച്ച് തീർന്നിട്ടില്ല.
ആരെങ്കിലും തീർന്നെന്ന് പറയുന്നെങ്കിൽ അതൊക്കെ ചുമ്മാ പറയുക. ആരും വേദപുസ്തകത്തിലെ വിഷയങ്ങളൊന്നും പഠിച്ച് പൂർണ്ണരായി തീർക്കാൻ ഒരു മനുഷ്യനും കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അതുപോലെ കിടക്കുക, മഹാസമുദ്രം പോലെ കിടക്കുക. 1/3 കരയുള്ളൂ, ബാക്കി മുഴുവൻ സമുദ്രം എന്ന് പറഞ്ഞതുപോലെ വേദപുസ്തകത്തിന്റെ അറിവുകളും അതിന്റെ പഠിപ്പിക്കലുകളും മഹാസമുദ്രം പോലെ കിടക്കുക. പൗലോസിന്റെ ഭാഷ ഒന്ന് കടമെടുത്തു കഴിഞ്ഞാൽ പ്രയോജനമുള്ളത് നമ്മൾ അതിൽ നിന്ന് എടുത്ത് പഠിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി പോകാൻ ഒരുങ്ങുന്നു എന്ന് മാത്രം പറയട്ടെ ദൈവമക്കളെ. അപ്പൊ സഭ ക്രിസ്തുവിന്റെ ശരീരം, സഭ നിർമ്മല കന്യക അല്ലെങ്കിൽ മണവാട്ടി, സഭ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരം. ഈ പഠനം എവിടെയാ ഉള്ളത്? ഇല്ലെന്ന് പറയുന്നില്ല. വളരെ വളരെ ചെറിയൊരു ശേഷിപ്പ് മാത്രമേ ഈ നിലയിലുള്ളൊരു പഠനം ഇന്ന് വിശ്വാസികൾക്ക് കൊടുക്കുന്നുള്ളൂ. വളരെ ദുർലഭമാണ്, വളരെ ദുർലഭമാണ്. അപ്പൊ ചോദിക്കുക, എന്താ പാസ്റ്റർ അങ്ങനെ? അങ്ങനെയെങ്കിൽ ഞാൻ 25 വർഷം വിശ്വാസിയായിരുന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. എല്ലാവരും പഠിപ്പിച്ചെങ്കിൽ എനിക്കത് കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നേ. ഇപ്പൊ പിന്നെ കുറച്ചൊക്കെ ദൈവവചന വെളിപ്പാട് കിട്ടിയ പാസ്റ്റർമാര് ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങളൊക്കെ 10-20 വർഷങ്ങളായി ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക, ചെറിയ തോതിൽ. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയ നിയമസഭയുടെ അംഗങ്ങളാണ്, നമ്മൾ പഴയ നിയമസഭയല്ല. പഴയ നിയമസഭ ഏതാ? സ്തോത്രം. ഏതാ ഈ പഴയ നിയമസഭ? അതൊന്ന് പഠിക്കണ്ടേ നമ്മളെ? സംഖ്യാപുസ്തകം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കതൊന്നെടുത്ത് വായിച്ചിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടും. സംഖ്യയുടെ പുസ്തകം. സംഖ്യ. ഓക്കെ, സംഖ്യാപുസ്തകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഖ്യാപുസ്തകത്തിലെ 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യവും 35-ാമത്തെ വാക്യവും ഇവിടെ വായിക്കുന്നു. ശ്രദ്ധിക്കണമേ. സംഖ്യ 14:26. യഹോവ പിന്നെയും മോശയോട് അഹരോനോടും അരുളി ചെയ്തത്, ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും. സംഖ്യ 14 അതേ അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിലും, എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും, ഈ മരുഭൂമിയിൽ അവർ ഒടുങ്ങും, ഇവിടെ അവർ മരിക്കും എന്ന് യഹോവയായ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. സത്യവേദ പുസ്തകത്തിലെ വാക്യമാണ് ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചത്. പഴയ നിയമസഭയുടെ ഒരു ചിത്രമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. സഭയെക്കുറിച്ച് ദൈവം പറഞ്ഞതാണ് ദുഷ്ടസഭ. എന്തുകൊണ്ടാണ് അങ്ങനെ ദുഷ്ടസഭയായി തീർന്നതെന്ന് നമ്മൾ പഠിച്ചാൽ, മോശയിക ന്യായപ്രമാണം ദൈവം അവർക്ക് കൊടുത്തെങ്കിലും ആ പ്രമാണം അവരനുസരിച്ചില്ല. യഹൂദന്മാരുടെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചെങ്കിൽ നിങ്ങൾ അനുസരിച്ചില്ല. സ്തെഫാനോസിന്റെ മരണസമയത്ത് സ്തെഫാനോസ് പ്രസംഗിച്ച് അവസാന സമയത്ത് വരുമ്പോൾ, ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചുവെങ്കിലും നിങ്ങൾ അനുസരിച്ചിട്ടില്ല, പ്രമാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കല്ലെടുത്തു. തെറ്റിനെ തിരുത്താൻ പോകുമ്പോൾ ആർക്കും ഇഷ്ടമല്ല. ഒരു മനുഷ്യനും തെറ്റ് തിരുത്തുന്നത് ഇഷ്ടമല്ല. ആ തെറ്റിൽ തുടരുന്നതാണ് പലർക്കും ഇഷ്ടം. ഞാനത് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആര് തെറ്റ് തിരുത്തിയാലും തിരുത്താൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിലെ വിജയം അതാ. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരിക്കും നമ്മൾ തെറ്റിച്ച് പറയുമ്പോൾ, പക്ഷേ അത് അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട് പലരുടെ അടുത്ത്. പക്ഷെ അത് അങ്ങനെയല്ല, ഇങ്ങനെയാന്ന് പറയും. ഓ മോനെ സോറി. എന്താ കുഴപ്പം? എന്താ എന്തിനാ ഇത്ര ഈഗോ കാണിക്കുന്നേ? എല്ലാം അറിയാവുന്നവരാണെന്നൊരു ഭാവമുണ്ടോ നമുക്ക്? ഇല്ല, ഒന്നുമില്ല. ഒരു മണ്ണാങ്കട്ട അറിയത്തില്ല ഇന്നത്തെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക്. ഞാനത് തുറന്നു പറയുക. ഭാവം കണ്ടു കഴിഞ്ഞാൽ പൗലോസ് പറയുന്നുണ്ട്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ഓരോരുത്തരും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടവണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളോട് പറയുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിൽ. അധികമൊന്നും നമ്മൾ ആരും ഭാവിക്കരുത്. നമുക്കൊരു ചുക്കും അറിയില്ലെങ്കിൽ ചുക്കും അറിയില്ലെന്ന് തന്നെ പറഞ്ഞോണം. നമുക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ കുറച്ച് മനസ്സിലാക്കി പഠിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം എ സ്റ്റുഡൻറ്റാ.
ഞാൻ മരിക്കുന്നവരെ വേദപുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻറ്റാണ്. പഠിക്കുന്ന കാര്യങ്ങൾ പലർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂന്നേ. അതിലപ്പുറം ഒന്നും ആരും ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിച്ചാൽ അതൊക്കെ അഹങ്കാരത്തിൻ്റെതാണ്. അതൊക്കെ മൂക്കുകുത്താനിടയായി തീരും, എവിടെയെങ്കിലും പോയി തകർന്ന് തരിപ്പണമായി പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലൂസിനെ പോലെ ഞാനാകുന്നത് കൃപ, എല്ലാവരെക്കാളും ഞാൻ ഒത്തിരി അധ്വാനിച്ചു, ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭ എന്നുള്ള വിഷയം നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭ നിർമ്മല കന്യകയാണ്, അല്ലെങ്കിൽ മണവാട്ടിയാണ്. സഭ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. ഈ 3 വിഷയങ്ങൾക്കും അതിൻ്റെതായ പഠനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതാരും പഠിപ്പിക്കുന്നില്ല. ഞങ്ങളെ ദൈവദിനം പഠിപ്പിച്ച കൃത്യം പറയുന്ന പോലെ ഒരു വാക്യം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ വാക്യങ്ങൾ വലിച്ചെടുത്ത് കൊണ്ടുപോയി പ്രസംഗിച്ച് പത്രാശയം മേടിച്ച് പോവുക എല്ലാവരും ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് ജനത്തിന് വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. ജനത്തിന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കുക, വേദപുസ്തകത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. പ്രസംഗം എന്നുള്ളത് ഷോ കാണിക്കാനുള്ളതല്ല, കുറെ അറിവ് കുടഞ്ഞിടുക എന്നുള്ളതല്ല. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് കണ്ടോ. അപ്പൊ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കണം. നീ നിന്നെ സൂക്ഷിക്കാൻ ഉപദേശം സൂക്ഷിക്കും. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. അപ്പൊ നിനക്ക് രക്ഷ വേണോ, പ്രസംഗം കേൾക്കുന്നവർ രക്ഷ വേണോ, സഭയിൽ ഉപദേശം പ്രസംഗിക്കണം. അതാ വാക്യം തരുന്നത്. പത്രോസ് പറയുന്ന ഭാഗം ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഒരുത്തൻ വചനം സംസാരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ എവിടെയുള്ളത്? കുത്തുവാക്കുകളും കുത്തുപ്രയോഗങ്ങളും ഒക്കെയാണല്ലോ നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടത്തുക, കോഴി പോര് നിൽക്കുന്ന പോലെ പോര് നടത്തുക. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറയുന്നത് കേട്ടു. ഒരു സഹോദരൻ എടുത്ത് പറഞ്ഞതാ. ആ സഹോദരൻ പാവം പിടിച്ചൊരു സഹോദരൻ. ആ സഹോദരനെതിരെ ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം തന്നെ നശിപ്പിക്കാൻ വേണ്ടി. ഇതെന്ത് പ്രാർത്ഥനയപ്പാ? മാനസാന്തരപ്പെട്ട് വരാനാണെങ്കിലും ഒക്കെ ആ മുടിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അത് ദാവീദിന്റെ പ്രാർത്ഥനയാ. 109 സങ്കീർത്തനത്തിൽ കിടപ്പുണ്ട്. ആ ആത്മാവും ദാവീദിന്റെ അന്നത്തെ ന്യായപ്രമാണത്തിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് നടക്കുന്നത്, അങ്ങനെ ചെയ്യുന്നേ. പുതിയ നിയമ പ്രമാണം തമ്മിൽ സ്നേഹിക്കാനുള്ള പ്രമാണമാണ്. പുതിയ നിയമ സഭ എന്താണെന്നും സഭയുടെ ഉപദേശം എന്താണെന്നും ആരാണ് നിർമ്മല കന്യക, ആരാണ് പുതിയ നിയമ ക്രിസ്തുവിന്റെ ശരീരമെന്നും ആരാണ് ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമെന്നും പുതിയ നിയമത്തിന്റെ വ്യവസ്ഥയിലൂടെ ഉപദേശങ്ങളിലൂടെ നമ്മൾ പഠിച്ചെടുക്കാതെ സഭയെക്കുറിച്ച് ഒരു അറിവ് നമുക്ക് കിട്ടുകയില്ല. സങ്കീർത്തനം വായിച്ച് പാട്ടും പാടിക്കൊണ്ടിരുന്ന സഭയെക്കുറിച്ച് ഒരു അറിവ് നമുക്ക് കിട്ടില്ല. കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷനിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചതൊക്കെയും പ്രമാണിപ്പാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാന്തങ്ങൾ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. കർത്താവ് കൽപ്പിച്ചത് അവര് പ്രസംഗിച്ചു, സഭ രൂപപ്പെട്ടു വന്നു. ആ സഭയെ കർത്താവിൻ്റെ ഉപദേശം അവർ പഠിപ്പിച്ചു, കർത്താവിൻ്റെ വരയിലൂടെ ഒരുക്കിക്കൊണ്ടിരുന്നു. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമം പഠിപ്പിക്കേണ്ടെന്നോ പഴയ നിയമം വായിക്കേണ്ടെന്നോ ഒന്നും വരുന്നില്ല. പ്രധാനമായിട്ടും നമ്മൾ സഭയുടെ ഉപദേശം സഭയെ പഠിപ്പിക്കുക, പുതിയ നിയമസഭയുടെ ഉപദേശം നമ്മൾ പഠിപ്പിക്കുക. സഭ ക്രിസ്തുവിന്റെ ശരീരമെങ്കിൽ അതെങ്ങനെ വർത്തിക്കണമെന്ന് പഠിപ്പിക്കുക. സഭ കന്യകയെങ്കിൽ മണവാട്ടി എങ്ങനെ ഒരുക്കണം, കന്യക എങ്ങനെ ആയിരിക്കണം, അത് പഠിപ്പിക്കുക. അടുത്ത് സഭ ദൈവത്തിന്റെ മന്ദിരമെങ്കിൽ ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരം എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിച്ച് സഭയെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ശരീരമാം സഭയെ ഒരുക്കുക, കന്യകയായ മണവാട്ടിയായ സഭയെ ഒരുക്കുക, ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്ന സഭയെ ഒരുക്കുക. ഇതൊന്നും ഒരുക്കാതെ എന്ത് സഭയെന്ന എൻ്റെ ചോദ്യം. ഇവിടെ എനിക്കൊരു സഹോദരൻ എനിക്ക് അയച്ചു തന്നൊരു മെസ്സേജ് ഞാൻ കേട്ടിട്ട്, താൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു ഇവിടെ പ്രസംഗിക്കണ്ട. പുള്ളി അവിടെ നിന്ന് മാറ്റി നിർത്തി. അപ്പൊ ഞാനിത് സസൂക്ഷ്മം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവസഭയിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഈ നടക്കുന്ന മുഴുവൻ. സഭ ഇന്ന് ഭൂമിയിൽ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ എന്നെ കല്ലെറിയരുത്, എറിയുന്നെങ്കിൽ എറിഞ്ഞോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സഭ ചെതറിക്കിടക്കുക അവിടങ്ങളിൽ. അതിന് കൂടി വരണം, സഭ കൂടി വരണം. സഭ ചെതറിക്കിടക്കുക. ക്രിസ്തുവിന്റെ ശരീരമായ സഭ ഇന്ന് ഭൂമിയിൽ കാണാൻ കഴിയുന്നില്ല.
കന്യകയാകുന്ന സഭ ആകേണ്ട സഭ ഇന്ന് കാണാൻ കഴിയുന്നില്ല. തമ്മിൽ തല്ലും, വാക്പോരും, വഴക്കും, പ്രശ്നങ്ങളും. കൺവെൻഷൻ നടത്തി കഴിഞ്ഞാൽ ഭയങ്കര ബഹളവും ലഹളയും ഒക്കെ നടക്കുന്നേ. ഞാനിത് പറഞ്ഞ് എൻ്റെ നാവിലെ വെള്ളം വറ്റിയെന്ന് തോന്നിപ്പോകും ചില സമയങ്ങളിൽ. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, സഭ എന്താണെന്ന് നമ്മൾ പഠിക്കുക. യേശുക്രിസ്തുവിന്റെ ശരീരമാം സഭ എന്താണെന്ന് നമ്മൾ പഠിക്കുക. യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കന്യകയാകുന്ന സഭ എന്താണെന്ന് നമ്മൾ പഠിക്കുക. ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ് സഭയെങ്കിൽ ആ മന്ദിരമാകുന്ന സഭ എന്താണെന്ന് നമ്മൾ പഠിക്കുക. അത് വചനത്തിലൂടെ പഠിക്കുക, അത് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലൂടെ പഠിക്കുക, അത് വിശുദ്ധ പ്രവാചകന്മാർ എഴുതിയ വചനത്തിലൂടെ നമ്മൾ പഠിക്കുക. അങ്ങനെ പഠിച്ചെടുത്ത് യഥാർത്ഥ സഭയുടെ അംഗങ്ങളായി ജീവിച്ചാൽ മാത്രമേ അത് കർത്താവിൻ്റെ സഭയാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന നാമധേയ സഭകളായി നമ്മൾ ജീവിച്ച് നിത്യമായ നാശത്തിലേക്ക് പോയി പതിക്കുമെന്നാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് പറയാനുള്ളത്. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനായി മാറും. ഹല്ലേലൂയ. ഓരോ വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയത്തിന് വലിയ നോവുണ്ട്. കാരണം സഭയിലെ വിശ്വാസികൾ തമ്മിലടിക്കുന്നു, തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകാം. അത് പകയായി, വഴക്കായി, പിണക്കമായി തീരാൻ പാടില്ല. അത് കോടതി കയറാൻ പാടില്ല. ഇന്ന് അങ്ങനെയല്ല. ചെറിയ ചെറിയ നിസ്സാര വഴക്കുകൾ അത് മൂത്ത് അവസാനം കോടതിയും കേസും ദൈവമില്ലാത്ത ജഡ്ജിമാരുടെ മുമ്പിൽ വിധിക്കപ്പെടുന്ന അവസ്ഥകളൊക്കെ വരികയാണ്. അപ്പൊ അത് സഭയല്ല. കോടതി കയറുന്ന ഒരൊറ്റ വ്യക്തിയും ദൈവസഭയുടെ അംഗങ്ങളല്ല. തറപ്പിച്ചു പറയാം ഞാൻ. അതെല്ലാം വെറും കൂട്ടങ്ങളാണ്. നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് കൂടി വന്നും സന്തോഷിക്കാൻ വേണ്ടി, എന്റർടൈൻമെന്റിന് വേണ്ടി, പാസ്റ്റർ ക്യാപ്റ്റൻ ശമുല പറയുന്ന ഒരു പദം അതാണ്. വളരെ നല്ലതാ. സഭയെന്ന് പറഞ്ഞാൽ എന്റർടൈൻ ചെയ്യുക, സന്തോഷിക്കുക. ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ച് ഇവിടെ ടൂറൊക്കെ നടത്തി. ഇടയ്ക്ക് ഒരു സഭയെക്കുറിച്ച് പഠിച്ചപ്പോൾ സഭയിലുള്ളവരെല്ലാം കൂടി ചേർന്ന് ടൂർ പോവുക, ഇസ്രയേലിൽ പോവുക, കൊണ്ടുപോവുക. അവർ ചെയ്ത പണിയാ. ഓരോ ഗ്രൂപ്പായിട്ട് കൊണ്ടുപോയി 75,000 രൂപ, ഇന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. 75,000 രൂപ വീതം കൊടുത്തു കഴിയുമ്പോൾ ഒരാൾക്ക്, ഒരു പേഴ്സൺ 75,000 രൂപ. അങ്ങനെ ഒത്തിരി ആൾക്കാരെ കൊണ്ടുപോയി അവസാനം അവർക്ക് സംശയം തോന്നി, അന്നത്തെ കാലത്ത് 75,000 രൂപ ആവുമോ എന്ന്. അപ്പോൾ ഈ ട്രാവൽ ഏജൻസി, ഏതൊരു ട്രാവൽ ഏജൻസിയാണോ കൊണ്ടുപോയത്, ആ ട്രാവൽ ഏജൻസിയുടെ നമ്പർ തപ്പിപ്പിടിച്ച് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, സോറി 70,000 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപയാണ് പാസ്റ്റർ വിശ്വാസത്തിൽ നിന്ന് വാങ്ങിയത്. അവസാനം ആ ട്രാവൽ ഏജൻസി പറഞ്ഞു, ഞങ്ങൾ കംപ്ലീറ്റ് ചെലവ് 75,000 രൂപയിലാണ് ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചത്. അപ്പോൾ 25,000 രൂപ പോയി. ആ സഭയുടെ പാസ്റ്റർ കൊണ്ടുപോയി. അപ്പോൾ അത് സഭയാണോ? അതെ. പുള്ളി കാശുണ്ടാക്കാൻ വെച്ചിരിക്കുന്നൊരു മാധ്യമം. ആരാണ്, എന്താണ്, പ്രസ്ഥാനം ഏതാണ്, പേരെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. വ്യക്തികളെ വ്യക്തിഹത്യ നടത്താൻ താല്പര്യമില്ല. അതെനിക്ക് എൻ്റെ ഒരു സഹോദരൻ എന്നെ ഒന്ന് പ്രബോധിപ്പിച്ചു. അങ്ങനെ ആരുടെ പേര് പറഞ്ഞ്, പ്രസ്ഥാനങ്ങൾ പറഞ്ഞ് നമ്മൾ അവഹേളിക്കണ്ട. അല്ലാതെ നമുക്ക് പറയാമല്ലോ, കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇത്. അപ്പൊ 25,000 രൂപ വെച്ച് ഇസ്രയേലിൽ കൊണ്ടുപോയി കാണിച്ച് ഒരു പാസ്റ്റർ കാശുണ്ടാക്കി കോടികൾ ഉണ്ടാക്കി എന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നിലയിലും വേറെ പല ചപ്പടി വിദ്യകളിലൂടെയൊക്കെ ഇപ്പൊ പുള്ളി ഒരു കോടീശ്വരനാ. ഇന്റർനാഷണൽ പാസ്റ്റർമാരായിട്ട് വിലസിക്കൊണ്ടിരിക്കുക. അവരുടെ ഇടയിലുള്ള അണികളെല്ലാം തൊടിഞ്ഞു പോയി. കുറച്ച് പേരെയൊക്കെ വെച്ച് പാട്ടും പാടി പുട്ടടിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കോ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? ഇതോർത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. ദൈവമേ, ഇതെല്ലാം ഇവിടെ ചെന്ന് അവസാനിക്കും. കർത്താവ് വരുന്നത് തൻ്റെ ശരീരമാം സഭയെ ചേർക്കാനാ. ഹല്ലേലൂയ. തൻ്റെ കന്യകയായ നിർമ്മല കന്യകയായ, ഞാൻ ക്രിസ്തുവിനെ ഏകപുരുഷന്റെ നിർമ്മലയെ അന്വേഷിപ്പാൻ നിങ്ങളെ വിവാഹം ചെയ്തിരിക്കുന്നു. ആ നിർമ്മല കന്യകയായ സഭയെ ചേർക്കാനാ കർത്താവ് വരുന്നേ. തലയായ ക്രിസ്തുവിൽ എന്നുള്ള ഉപദേശം സ്വീകരിച്ച് ജീവിക്കുന്ന ശരീരമാം സഭയെ ചേർക്കാനാ കർത്താവ് വരുന്നേ. ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്ന വ്യക്തികളാകുന്ന സഭയെ ചേർക്കാനാ കർത്താവ് വരുന്നേ. അല്ല ഏതിലേയും പോകുന്നവനെ ചേർക്കാനല്ല. ഇതൊന്നും മനസ്സിലാക്കണം നമ്മൾ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ചതിയിൽപ്പെട്ടിരിക്കുകയാണ്. ക്രൈസ്തവ സമൂഹം, വിശ്വാസ സമൂഹം ചതിയിൽപ്പെട്ടിരിക്കുകയാണ്, ചതിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിക്കാനിടയായി. 4-5 വർഷം അവിടെ കിടന്ന് പഠിച്ചു, പല ഡിഗ്രികളൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങളെ ഏറ്റവും ദൈവവചനം നന്നായി പഠിപ്പിച്ച ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പാട്ട് പാടും, ചതിക്കുന്ന ലോകം ചതിക്കുന്ന ലോകം ചതിക്കുന്ന ലോകം ഇത്. പെട്ടെന്ന് ഓർമ്മ വന്നു പോയി.
ചാതി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നടത്തുന്നവർ തെറ്റിച്ചു കളയുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. പാസ്റ്റർ എപ്പോഴും ഇത് പറയുന്നുണ്ടല്ലോ. അത് എപ്പോഴും പറയുന്നുണ്ട്. ഇത് 100 പ്രാവശ്യം പറഞ്ഞാലേ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ തലയിലോട്ട് ഇത് കയറത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി 150 പ്രാവശ്യം പറഞ്ഞാലും ചിലപ്പോൾ ചിലരുടെ തലയിലോട്ടൊന്നും ഇത് കയറത്തില്ല. സ്തോത്രം. എൻ്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, തെക്കും വടക്കും അറിഞ്ഞൂടാത്ത പിള്ളേരാ സഭ നടത്തുന്നേ. 5 വയസ്സുള്ള കുട്ടി 6 വയസ്സുള്ള കുട്ടി കിടന്ന് പ്രസംഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കോട്ടും ടൈയൊക്കെ ഇട്ട് ഭയങ്കര പ്രസംഗം. ഇപ്പോൾ അവരൊക്കെ കളം വിട്ട് പോയെന്ന് തോന്നുന്നു. കാരണം അവരൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് കാശുണ്ടാക്കി. അപ്പനമ്മമാരും പാസ്റ്റർമാരും കാശുണ്ടാക്കി, പല സ്ഥലത്തും പോയി കാശുണ്ടാക്കി. എൻ്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. സ്ത്രീകൾക്ക് ശുശ്രൂഷിക്കാനും സ്ത്രീകൾക്ക് സഭയിൽ പ്രസംഗിക്കാനും വചനം വിലക്കുക ചെയ്യുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ. സ്ത്രീകൾ അവരെ വാഴുന്നു. അടുത്ത, എൻ്റെ ജനമേ നിന്നെ നടത്തുന്നവർ നിന്നെ തെറ്റിക്കുന്നു. നോക്കി എത്ര ക്ലിയർ ആണെന്ന് നോക്കിയേ. നടത്തുന്നവർ തെറ്റിച്ചു കളയുക. അടുത്ത്, നീ നടക്കേണ്ടെന്ന വഴി അവർ നശിപ്പിക്കുന്നു. ഓ, ഇതിൽ കൂടുതൽ വല്ലതും വേണോ? നടത്തുന്നവർ തെറ്റിക്കുന്നു, വഴി അവർ നശിപ്പിക്കുന്നു. മത്തായി 23-ാം അധ്യായം എടുത്താട്ടെ. ഹലോ, മത്തായി 23-ാം അധ്യായം എടുത്താട്ടെ. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെയല്ലേ കാര്യങ്ങളെന്ന് നോക്കിയേ. മത്തായി 23-ലെ വാക്യം ഞാൻ പറയാം. ഇതൊക്കെ എപ്പോഴും പറയുന്ന ഭാഗങ്ങളാണ്. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് പിന്നെയും പറഞ്ഞു പോവുക. സ്തോത്രം. അതിൻ്റെ 13 മുതൽ വാക്യം, 13-ാം വാക്യം, 13-ഉം 14-ഉം. ആ, ആമേൻ, ആമേൻ. സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നുമില്ല. നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി വരും. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അപ്പൊ നിങ്ങളും നരകയോഗ്യരാണ്, നിങ്ങൾ നടത്തപ്പെടുന്നവരും നരകയോഗ്യരാണ്. പോരെ, ഇതിൽ കൂടുതൽ എന്തു വേണം? ആരായി ശാസ്ത്രിമാരും പരീശന്മാരും? അത് പഠിക്കണ്ടേ? അനന്തരം യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. മോശയ്ക്ക് പകരം ഇരിക്കുക അവര്. മോശയ്ക്ക് പകരം ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുക ദൈവം അവരെ. ജനത്തെ ന്യായപ്രമാണം പഠിപ്പിച്ച് ഒരുക്കിയെടുക്കാൻ അവര് പറയുന്നുണ്ട്, പക്ഷെ അത് ചെയ്യുന്നില്ല. ഇപ്പം നമ്മളും അതുപോലെ ആയി മാറിയിരിക്കുക. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. ഈ സെയിം നിലവാരത്തിലേക്ക് പുതിയ നിയമസഭ എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ അതപ്പതിച്ചു പോയി, ജീർണിച്ചു പോയി. ഒരുത്തനെങ്കിലും വേണ്ട ഇതെടുത്ത് പറയാൻ? എന്ത് ചെയ്യും? എന്ത് ചെയ്യും ദൈവമക്കളെ? എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങൾ ഇതിനെ കടന്മാട് ഗുഹയാക്കി മാറ്റി എന്ന് കർത്താവ് പറഞ്ഞു. ഓരോ പേരുകൾ കൊടുത്ത് ഗുഹ എന്നിട്ടാൽ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോവല്ല. ഞാൻ എന്ത് പറയാനാ? ഓരോ പ്രസ്ഥാനങ്ങളുടെ പേരിട്ടിട്ട് ഗുഹ എന്നിട്ടോ? അധിക്ഷേപിക്കുകയല്ല, ഹൃദയത്തിന്റെ വേദന തളം കെട്ടി നിന്നുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. സഭ കാണാനില്ല ഭൂമിയിലെ. വഴക്കുണ്ടാക്കുക, മരം ചായ്ഞ്ഞു വരുന്ന പോലെ പ്രസംഗിക്കുന്നുണ്ട്. ബുദ്ധിയുടെ പ്രസംഗങ്ങളാ, ആത്മാവിന്റെ പ്രസംഗങ്ങളല്ല. സഹോദര സ്നേഹമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും വിടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിലും വീഴ്ചയ്ക്കുമായി യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9, 10, 11 വാക്യപ്പെടുത്ത് തലയോലപ്പുറമ്പിലെ ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. അത് പ്രസംഗിക്കാനിടയായി തീർന്നു. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഈ മെസ്സേജിന് മുമ്പുള്ള മെസ്സേജുകൾ അതാണ്. 4 ക്ലിപ്പുകളുണ്ടത്.
നിങ്ങളത് കേൾക്കണം. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല ദൈവമക്കളെ. സഹോദരങ്ങളെ സ്നേഹിക്കാതെ നമുക്ക് ശുശ്രൂഷയില്ല. നമ്മൾ ശുശ്രൂഷ തകർത്ത് വെച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ദൈവം അംഗീകരിക്കത്തില്ല. പുതിയ നിയമ ഉപദേശവും പുതിയ നിയമ ശുശ്രൂഷയും ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സഹോദരനെ പകയ്ക്കുകയും സഹോദരനോട് എന്തു പറയുക, കോടതിക്ക് പോവുകയും കേസ് പറയുകയും വഴക്കുണ്ടാക്കുകയും മീറ്റിങ്ങിന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറ, സത്യം വിളിച്ചു പറയുന്നവന് ആരും സഭയിൽ കയറ്റത്തില്ല. ഇന്ന് ഗലാത്യ ലേഖനം 4:16 എന്താ എഴുതിയിരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ സത്യം പറയുകൊണ്ട് നിങ്ങളുടെ ശത്രുവായി പോയോ? സത്യം പറഞ്ഞാൽ ശത്രുവായി പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ദൈവസഭ അധപ്പതിച്ചു. ഞങ്ങൾക്ക് 94-കാരനായ ഒരു കർത്താവിൻ്റെ ദാസനുണ്ടായിരുന്നു. അദ്ദേഹം ദൈവവചനം പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ശക്തിയോടെ ദൈവവചനം പറയും. ഞങ്ങളെയൊക്കെ ശാസിച്ചും തർജ്ജനം ചെയ്തും വഴക്ക് പറഞ്ഞും കഠിനമായി ശാസിച്ചുമൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഉള്ളിലൊരു വേദന ഉണ്ടെങ്കിലും എനിക്ക് യഥാസ്ഥാനപ്പെടാൻ ഒരു അവസരം കിട്ടിയല്ലോ, എനിക്ക് നന്നാകാനായിട്ടൊരു അവസരം കർത്താവിൻ്റെ ദാസന്റെ പ്രബോധനത്തിൽ നിന്നും ഉപദേശത്തിൽ നിന്നും ശാസനയിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഒരു ഗ്രൂപ്പ് പറയുന്നത് എന്താ? ഞങ്ങളെ വഴക്ക് പറഞ്ഞു. ഞങ്ങൾക്ക് എൻ്റെ മോൾക്കൊരു കൊച്ചുണ്ട്. ആ കൊച്ചിന് ഞങ്ങളൊരു ഒരു 4 വീലർ, ബാറ്ററിയിൽ ഓടുന്ന ഒരു 4 വീലർ ഒരു സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണം വാങ്ങിക്കൊടുത്തു. ഞാൻ വാങ്ങിക്കൊടുത്തു. അപ്പോൾ അവൻ അന്ന് തൊട്ട് ആ വണ്ടിയിൽ കയറിയിരുന്ന് ഓടിക്കില്ല. കയറിയിട്ട് ഓടിക്കുന്നത് എങ്ങനെയാണ്? കയറി ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് ഓടിക്കുന്നത്. കാല് കൊടുക്കുമ്പോൾ വണ്ടി മുമ്പോട്ട് പോകും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക്കല്ലേ, തട്ടിപ്പൊട്ടി തകർന്നു പോകും. അപ്പോൾ ഞാൻ പറയട്ടെ, നേരെ നോക്കണം. അവൻ ചെയ്യത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ പെന്തക്കോസ്തുകാരനാണെന്ന് മനസ്സിലായി. പക്ക പറഞ്ഞ അനുസരിക്കത്തില്ല. അവസാനം ഞാൻ അവനെ തർജ്ജനം ചെയ്ത് വഴക്ക് പറഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു വിധം ആക്കിക്കൊണ്ട് വരിക. വണ്ടി ഓടിക്കുമ്പോൾ എന്നെ ദൈവനം ഡ്രൈവിംഗ് പഠിപ്പിച്ചവർ നേരെ നോക്കാൻ പറയും. സൈഡ് നോക്കി പോകണം, സിഗ്നൽ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം, കണ്ണാടി നോക്കണം, ഓവർടേക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും സിഗ്നൽ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കണം, സൈറൺ എന്ന് നോക്കണം. അങ്ങനെ നാനാ നിലയിൽ നമ്മുടെ ശ്രദ്ധ പതിപ്പിച്ചു വേണം വണ്ടി ഓടിക്കാൻ. ചുമ്മാ കയറി നിന്ന് ഓടിച്ചു കഴിഞ്ഞാൽ വല്ലവൻ്റെ മണ്ടയ്ക്ക് കൊണ്ടേ കയറ്റും. പിന്നെ അവസാനം കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും. എല്ലാ കാര്യത്തിനും പഠനങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആത്മീയ വിഷയത്തിൽ ഒത്തിരി വലുതാ, അതാരും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് പുതിയ നിയമസഭ എന്താണെന്നും സഭയുടെ ഉപദേശം എന്താണെന്നും എൻ്റെ മാന്യ ശ്രോതാക്കൾ നന്നായി പഠിച്ച് മനസ്സിലാക്കണമേ എന്ന് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കുക. ഇല്ലെങ്കിൽ എന്തോ പറ്റും? ചതിയിൽ ചെന്ന് പെടും. നമ്മളിപ്പോൾ ഈ പോകുന്ന പോക്ക് പോലെ പോയി കഴിഞ്ഞാൽ അവസാനം ചെന്ന് നരക കുഴിയിൽ ചെന്ന് വീഴും. അവിടെ പോയി വീണ് കിടന്നിട്ട് അയ്യോ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ ധനവാന് വെള്ളം കൊടുത്തില്ല. അയ്യോ എൻ്റെ സഹോദരന്മാർ അവിടെ കിടക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആരും പറഞ്ഞു വിട്ടില്ല. കോടാനുകോടി വർഷം മുഴുവൻ അയാതനാ സ്ഥലത്ത് കിടന്ന് യാതന അനുഭവിച്ച് കരച്ചിലും പല്ലുകടിയുമായിട്ട് ദിനങ്ങൾ തള്ളി നീക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം ദൈവമക്കൾ മറന്നു കളയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം.